ശരിയായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം, ആദ്യം പണി നടക്കട്ടെ. ശരിയായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുന്നിലാണ്. നിങ്ങളെൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം, കാരണം നമ്മുടെ പുതിയ ബഡ്ജറ്റ് വന്നിരിക്കുകയാണ്. കോട്ടയത്തിനൊക്കെ ഒരുപാട് വികസന പദ്ധതികളാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ആകാശപാതയൊക്കെ വീണ്ടും പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ തൊട്ടുപുറകെ കാണുന്ന ഈ ഒരു സ്റ്റേഡിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയം നെഹ്റു സ്റ്റേഡിയം. ഇതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. കോട്ടയത്തിന് അഭിമാനമായി നിലകൊണ്ട കോട്ടയം നെഹ്റു സ്റ്റേഡിയം ഇന്നിത് കോട്ടയത്തിന് അപമാനമായി മാറിയിരിക്കുകയാണ്. കാരണം നെഹ്റുവിന്റെ പേരിട്ടതിൽ പോലും അദ്ദേഹത്തെ കൂടെ അപമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പരിസരങ്ങളെല്ലാം മുഴുവൻ കാട് പിടിച്ച് ഈ ബിൽഡിംഗ് അടക്കം മൊത്തം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 9 ഏക്കർ വരുന്ന ഈ നെഹ്റു സ്റ്റേഡിയം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഞാനടക്കമുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഓരോ വർഷവും പുതിയ ഭരണസമിതി കയറുമ്പോൾ ഇതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ പണി ചെയ്ത് കോടികൾ തട്ടുകയാണ്, അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കോട്ടയത്ത് 1972 നെഹ്റു സ്റ്റേഡിയം ഇവിടെ ആരംഭിക്കുന്നത്. അന്നു മുതൽ ക്രിക്കറ്റ് അടക്കമുള്ള ഒരുപാട് കലാപരിപാടികളാണ് ഈ വേദിയിൽ നടന്നത്. ഏകദേശം 18,000 പേർക്കോളം ഒരുമിച്ചിരുന്ന് പ്രോഗ്രാം കാണാവുന്ന അതിവിശാലമായ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ഇതിന്റെ ഗാലറികളടക്കമുള്ളവ പൂർണ്ണമായും ജീർണിച്ച അവസ്ഥയിലാണ്. എന്നാൽ ഇത് പൊളിച്ചു മാറ്റുമെന്നാണ് ഈ ഭരണസമിതി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം കോട്ടയം നഗരത്തിന്റെ കായിക വികസനത്തിന്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം പൂർണ്ണമായും പൊളിച്ചു മാറ്റി ദേശീയ സംസ്ഥാന മത്സരങ്ങൾ നടത്തുവാൻ പറ്റുന്ന ഗുണവാര നിലവാരത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും PPP സംവിധാനത്തോടെയും പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇല്ലിക്കൽ മൈതാനം യുവജനങ്ങളുടെ കായിക കഴിവുകൾ വളർത്തുന്നതിനും വിവിധ കായിക മത്സരങ്ങൾ നടത്തുന്ന തരത്തിൽ ഇല്ലിക്കൽ മൈതാനം മൾട്ടി ലെവൽ ഗ്രൗണ്ടായി ഉയർത്തും. ഇതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് പൊളിച്ചു മാറ്റാനുള്ള ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന്റെ അവസ്ഥ കണ്ടോ? ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ കോർട്ടാണ്. ആ പരിസരത്തോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം അല്ലെങ്കിൽ ആദ്യം പാമ്പ് കൊടുത്തേക്കാരെ കൊണ്ടുവരണം. ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന്റെ അവസ്ഥയായിട്ടുണ്ട്. നഗരസഭയുടെ 2 കറവപ്പശുക്കളാണ് ഈ നെഹ്റു സ്റ്റേഡിയവും ഇല്ലിക്കല സ്റ്റേഡിയവും. രണ്ടും മഴ പെയ്താഴത്തെ അവസ്ഥയും കൂടെ നിങ്ങൾക്ക് കാണാം. വള്ളംകളി വരെ ഇവിടെ നടത്താമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വേനൽക്കാലത്ത് കായിക മത്സരങ്ങളും മഴക്കാലത്ത് വള്ളംകളിയും നടത്താമെന്നുള്ളതാണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. അതിന്റെ സൈഡില് ഏകദേശം 150 താഴെയോളം കടമുറികളുണ്ട്. ഇതിന്റെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ജീവൻ പണയം വെച്ചാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്. ഇവിടെ കൂടുതൽ വർക്ക്ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ ഗാലറിക്ക് ചുറ്റും ഒരു റോഡും കൂടെ ഉണ്ട്, കാരണം വർക്ക്ഷോപ്പുകളിലേക്ക് വാഹനങ്ങൾ വരുന്ന ആ റോഡിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് ഏറെക്കുറെ 10-25 വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ചളിക്കുഴി എന്ന് വേണേൽ പറയാം, അത്രയ്ക്ക് അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതും ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല. ഗാലറിയുടെ അടിവശമാണ്, നിങ്ങൾക്ക് കാണാം. ഇതിന്റെ മുകളിൽ കൂടെ ആൾക്കാർ പോയ ഏത് നിമിഷവും ഇത് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഒരു വഴിയെ പോലും ഇതിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥയല്ല. ഈ റോഡ് വഴി കുറച്ച് ഞാൻ നടന്നുള്ളൂ, കാരണം മുന്നോട്ട് ഒരു വിധത്തിലും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മുടെ മുട്ടറ്റം ഓളം താന്നു പോവും.
ഇതിന് അപ്പുറത്തും ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഉണ്ടെന്നുള്ളതാണ്. ടൂ വീലറിന്റെ അടക്കമെല്ലാം ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളിൽ മുഴുവൻ ഒരുപാട് പക്ഷികൾ, ദൂര സ്ഥലങ്ങളിലുള്ള പക്ഷികളാണ്, അത് മുഴുവൻ കൂട് വെച്ചിരിക്കുകയാണ്. അതിന്റെ കാഷ്ടമാണ് ഇവിടെ ഈ പരിസരത്ത് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത പോലെയാണ് താഴെ കിടക്കുന്നത്. അത് ദേഹത്തോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മുഴുവൻ അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു വിധത്തിലും നമുക്ക് അതിലെ നടന്നു പോകാൻ പറ്റത്തില്ല. ഏത് നിമിഷവും അത് നമ്മുടെ ദേഹത്ത് വീഴും. ഇവിടെ ഒരു ഗാലറിയുടെ ബ്ലോക്ക് സ്ഥാപിച്ചതിനെ പറ്റി ഒരു ഫലകം വെച്ചിട്ടുണ്ട്. 1985 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഗാലറി സൗത്ത് ബ്ലോക്ക് എന്നും പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. അതുവരെ കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഗാലറിയുടെ മുകൾ വശത്ത് നടക്കുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമല്ലാത്ത കാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതുകൊണ്ട് മുകളിലൊക്കെ മരങ്ങൾ വരെ കിളുത്തിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഗാലറിയുടെ ബാക്ക് വശത്തെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വെച്ചാണ് നാഗമ്പടം പാലത്തെ വന്നത്. അപ്പൊ ഇവിടെ കണ്ട കാഴ്ച അതിലും വലിയ പ്രശ്നമാണ്. ദിവസവും നൂറുകണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഫുട്പാത്താണ്. കാരണം റോഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പാലത്തിന്റെ മുഴുവൻ സ്ലാബുകളും പോയി കിടക്കുകയാണ്. അതിൽ നടന്നു പോകുന്നവർ ഏത് നിമിഷവും ഈ കുഴിക്കകത്ത് വീഴും. കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതിൽ എങ്ങനെ ആ മനുഷ്യർ പോകുന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. പുതിയ നഗരസഭയുടെ അധികാരികളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഒരുപാട് മാറ്റങ്ങളെങ്കിലും കോട്ടയത്തിനുണ്ടാകുമെന്ന്. ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും പോവുകയാണ്. പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നിർമ്മിക്കുന്നതിനോടാണ് എല്ലാവർക്കും താല്പര്യം. കാരണം ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ അതേ പറ്റത്തുള്ളൂ. മെയിൻ്റനൻസിനൊന്നും അധികം പൈസ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഒരു ശുചിമുറി സമുച്ചയം അടച്ചു പൂട്ടിയിട്ട് 1 വർഷമായി. അതുപോലെ നാഗമ്പടം മൈതാനത്തിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. അതുപോലെ നമ്മുടെ കോട്ടയത്തെ മുനിസിപ്പൽ പാർക്കിന്റെ അവസ്ഥയും ഇതിലും പരിതാപകരമാണ്. സത്യം പറഞ്ഞ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.